ഹലോ സ്റ്റുഡൻസ്, ഇനി നമുക്ക് നോക്കാനുള്ളത് വില്യം വേർഡ്സ്വർത്തിൻ്റെ ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന പോമാണ്. വേർഡ്സ്വർത്ത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ മോറൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആ ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്ന്, മോറൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഇന്നസെൻസും എക്സ്പീരിയൻസും തമ്മിലുള്ള ആ ഒരു ഡീപ്പ് കോൺഫ്ലിക്റ്റ്. ഇന്നസെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡിനായിട്ട് റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അഡൽട്ട്ഹുഡിനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡീപ്പ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിനെ എന്തായിട്ടല്ല കാണുന്നത്, ജസ്റ്റ് ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് ആയിട്ടല്ല കാണുന്നത്, പകരം ആത്മീയമായിട്ടുള്ള ഒരുപാട് ബോധങ്ങൾ, അതായത് സ്പിരിച്വൽ അവെയർനെസ്സിന് വേണ്ടിയിട്ടും പിന്നെ ക്ലാരിറ്റി ഇൻ തോട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡായിട്ടാണ് ചൈൽഡ്ഹുഡിനെ കാണുന്നത്. ഓപ്പണിംഗ് സ്റ്റാൻസയിൽ നമ്മുടെ സ്പീക്കർ പറയുന്നത് ഈ ഒരു ടൈമിൽ, അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ നേച്ചറിലുള്ള എല്ലാതും ഒരു ഡ്രീം ലൈക്ക് പോലെയായിരുന്നു, ഒരു സ്വപ്നം പോലെയായിരുന്നു അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. അതിനെല്ലാം ഒരു ഹെവൻലി ബ്യൂട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ നേച്ചറിലുള്ള മെഡോ ആയാലും ഗ്രോവ് ആയാലും സ്ട്രീം ആയാലും എല്ലാം കാണാൻ വളരെ ഭംഗിയേറിയതും ഒരു സ്വപ്നം കാണുന്ന അത്രയും ഭംഗിയേറിയിട്ടുള്ള ഒരു സീനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഒരു പോയറ്റ് വിലപിക്കുന്നത് കാണാം. അദ്ദേഹം എന്താ പറയുന്നത്, ദ തിങ്സ് വിച്ച് ഐ ഹാവ് സീൻ ഐ നൗ ക്യാൻ സീ നോ മോർ എന്നാണ്. അതായത് ഒരിക്കൽ കണ്ടിരുന്ന ആ കാര്യങ്ങളൊന്നും ഇപ്പം അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ഈ റെയിൻബോ, അതുപോലെ റോസ്, മൂണ്, സൺ, ഇതെല്ലാം അദ്ദേഹത്തിന് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്, അതൊക്കെ ഇപ്പോഴും ബ്യൂട്ടിഫുൾ ആണ്. എന്നിരുന്നാലും എന്തൊക്കെയോ ഈ ഒരു നേച്ചറിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെയോ വ്യത്യസ്തമായി അദ്ദേഹത്തിന് തോന്നപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് ഒന്നും തന്നെ എന്താ പറയുക, നേച്ചറിൻ്റെ അദ്ദേഹം ഒരു കുട്ടിയായിരുന്ന സമയത്ത് നേച്ചറിൽ കണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. തേർഡ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, നേച്ചറിൽ മുഴുവൻ ഹാപ്പി സൗണ്ട്സ് ആണുള്ളത്, അല്ലെങ്കിൽ ലൈവ്ലി ആയിട്ടുള്ള സീൻസ്, അതായത് കിളികൾ പാടുന്ന പോലെ, ഈ ലാംസൊക്കെ പ്ലേഫുൾ ആയിട്ടുള്ള ലാംസിൻ്റെ സീന്, ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന സൗണ്ടുകളും സീനുകളും ആണെങ്കിൽ കൂടെ പോയറ്റിൻ്റെ ഉള്ളിൽ വളരെയധികം ഒരു വിഷമം കിടക്കുന്നുണ്ട്. പക്ഷേ ഈ നേച്ചറിൻ്റെ മറ്റ് പല സൗണ്ടായിട്ടുള്ള വാട്ടർഫോളിൻ്റെ, വിൻഡിൻ്റെ ഒക്കെ സൗണ്ട് അദ്ദേഹത്തെ മൂവ് ഓൺ ചെയ്യാനായിട്ട്, ഇത്തരത്തിലുള്ള സാഡ് തോട്ട്സിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ പോയറ്റ് എന്ത് ചെയ്യാണ്, ഒരു ഷെപ്പേർഡ് ബോയിനെ, ഒരു ആട്ടിടയനായിട്ടുള്ള ഒരു കുട്ടിയെ കാണുകയാണ്. അവനാണെങ്കിൽ വളരെയധികം എനർജിയും സന്തോഷമൊക്കെ നിറഞ്ഞ ഒരു പയ്യനാണ്. അപ്പോൾ ഇദ്ദേഹം അവനെ എന്താ വിളിക്കുന്നത്, ചൈൽഡ് ഓഫ് ജോയ് എന്നാണ്. അപ്പോൾ പോയറ്റ് എന്താണ്, ഈ ഒരു ബോയിൻ്റെ ഈ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കാണാം. നാലാമത്തെ സ്റ്റാൻസയിൽ എന്തായാലും പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഈ പോയറ്റിൻ്റെ ചുറ്റുമുള്ള എല്ലാ ക്രീച്ചേഴ്സും വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തിന് സ്വർഗം തന്നെ ചിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു കൊറോണൽ ആണിയാണ്. കൊറോണൽ എന്ന് പറയുന്നത് ഈ റോമൻസ് ഫെസ്റ്റീവ് ടൈമിൽ അവരുടെ തല കവർ ചെയ്യുന്ന ഒരു ഗാർലൻഡാണ്. അപ്പോൾ അത് ഒക്കെ അണിഞ്ഞ് അദ്ദേഹം ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം സ്വയം മനസ്സിലാക്കുകയാണ്, ഇത്തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്പ്രിംഗ് മോർണിംഗിൽ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ്. കുട്ടികളാണെങ്കിലോ അവിടെ ഫുള്ള് ഫ്ലവേഴ്സൊക്കെ പിക്ക് ചെയ്യുന്നുണ്ട്, സൂര്യൻ നന്നായി ഷൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ അമ്മേൻ്റെ കയ്യിൽ കിടന്ന് കുട്ടി വളരെ ഹാപ്പി ആയിട്ട് ചാടുന്ന സീനുകൾ കാണാം. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഹാപ്പി സൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഹാപ്പി സൈറ്റ്സും ഹാപ്പി സൗണ്ട്സും എല്ലാം ഇയാൾ എന്താണ്, ഒന്നുകൂടെ സന്തോഷവാനാക്കുകയാണ്. ഇത്രയൊക്കെ സന്തോഷം അല്ലെങ്കിൽ സൗന്ദര്യം ഇതെല്ലാം നമ്മുടെ പോയറ്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തോ മിസ്സിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരികയാണ്. അദ്ദേഹം ഒരു ട്രീയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫീൽഡിലേക്കോ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്, എങ്ങനെയാണ് ഈ കാഴ്ചകളൊക്കെ തൻ്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പ്യുവർ ജോയ് കൊണ്ടുവന്നിരുന്നത് എന്നുള്ളത്. എന്നാൽ ഇപ്പം ഒന്നും എന്താ പഴയ പോലെ അല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈവൻ ഒരു ചെറിയ പൂവ് പോലും ഇദ്ദേഹത്തിന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ആലോചിക്കുകയാണ്, എവിടെയാണ് എൻ്റെ ആ ഒരു യൂത്തിലുള്ള ആ ഒരു ബ്രൈറ്റ് വിഷൻസ് എല്ലാം പോയത്, അതുപോലെ തന്നെ ആ ഒരു ഗ്ലോറി ഇപ്പോൾ എവിടെ, ആ ഒരു ഡ്രീം എവിടെ, ഇതെല്ലാം ഇപ്പോൾ ഫെയ്ഡ് ചെയ്ത് പോയി എന്നുള്ളതാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റാൻസയിൽ വേർഡ്സ്വർത്ത് പറയുന്നത്, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ വന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോകും. അപ്പോൾ അതായത് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു,
അവർ പിന്നെയും കുറച്ചെങ്കിലും ആ ഒരു സ്വർഗത്തെക്കുറിച്ച് ഓർക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കൂടുതൽ വരുന്തോറും അവരെന്ത് ചെയ്യുന്നു, ആ കണക്ഷൻ ലോസ്റ്റ് ചെയ്ത് പോവുകയാണ്. അദ്ദേഹം ഒരു വരി ഇങ്ങനെയാണ് പറയുന്നത്: ഹെവൻ ലൈസ് എബൌട്ട് അസ് ഇൻ അവർ ഇൻഫാൻസി. അതായത് നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ആ ഹെവനെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് ഈ നേച്ചറിനെ വളരെയധികം നമ്മളെ എൻജോയ് ചെയ്യാനായിട്ട്, വളരെ ഡീപ്പായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ നമ്മൾ വളർന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ ലൈറ്റ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർഡിനറി ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം എന്താ പറയുന്നത്, ഈ പോയറ്റ് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമ്മളെ ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു ഒറിജിനെക്കുറിച്ച് മറക്കാൻ വേണ്ടി ആണ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചുറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ എർത്ത് നമ്മളെ എന്താ പറയുക, വളരെ കൈൻഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വളരെ ബ്യൂട്ടിയും പ്ലഷറും എല്ലാം കൊണ്ടുവരുന്നു. അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഹെവൻലി ഹോമിനെ നമ്മൾ മറന്നു പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യാണ്, എർത്തിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയും ആ കുട്ടി വന്ന ആ ഒരു ഗ്ലോറിയസ് പ്ലേസ് ആയിട്ടുള്ള ആ ഒരു ഹെവനെ സ്വയം മറന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 7th സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ഈ പോയറ്റ് ഒരു 6 വയസ്സുള്ളൊരു ആൺകുട്ടി കളിക്കുന്നത് ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ്. ആ ചൈൽഡ് ആണെങ്കിലോ ഫുൾ ഓഫ് എനർജിയും ലവും എല്ലാം നിറഞ്ഞതാണ്. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ അവനോട് ഭയങ്കര അധികം അഫെക്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയാണെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു അഡൽട്ട് ലൈഫ് കോപ്പി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവൻ എന്തൊക്കെ ഗെയിംസാണ് കളിക്കുന്നത്, ഈ കല്യാണം കഴിക്കുന്നത് പോലുള്ള ഗെയിംസ്, ഫെസ്റ്റിവൽസ്, ഫ്യൂണറൽസ്, അതുപോലത്തെ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കളിക്കുകയാണ്. ഈവൻ വയസ്സാവുന്നതിനനുസരിച്ച് ഒരു അഡൽട്ട് റോളിൽ നിന്നും മറ്റൊരു അഡൽട്ട് റോളിലേക്ക് ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൻ കൂടുതൽ കൂടുതൽ അവന് ജോലിത്തിരക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് വരികയും അതേപോലെ തന്നെ ജോലിത്തിരക്കോ അല്ലെങ്കിൽ സോറോ, എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ കാര്യങ്ങളാൽ ഇവൻ കൂടുതൽ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എക്സ്പീരിയൻസസിൽ നിന്നും പഠിക്കുന്നതിന് പകരം കുട്ടികൾ എന്താ ചെയ്യുന്നത്, അഡൾട്ട്സിനെ കോപ്പി ചെയ്യാണ്. അങ്ങനെ അവരുടെ ആ ഒരു ജീവിതം ഒരു എൻഡ്ലെസ് ഇമിറ്റേഷൻ ആക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. 8th സ്റ്റാൻസയിൽ നമ്മളുടെ പോയറ്റ് എന്ത് ചെയ്യാണ്, ഈ കുട്ടിയെ ഒരു ഫിലോസഫർ എന്നാണ് വിളിക്കുന്നത്. അതായത് കുട്ടി എന്ന് പറയുന്നത് ആൾ ശരീരം കൊണ്ട് ചെറുതാണെങ്കിലും അവൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് കൂടുതൽ വൈസും ഡീപ്പുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അഡൾട്ട്സ് ജീവിതം മൊത്തം അവരുടെ എൻറ്റയർ ലൈഫിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രൂത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. പോയറ്റ് ഇങ്ങനെ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുട്ടി, അതും ഈ ഹെവനുമായി അത്രയും ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി വളർന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു അഡൾട്ടായി മാറുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം വളരെ സാഡായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു കുട്ടി വളർന്ന് വയസ്സാവുന്നതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഹെവൻലി ലൈറ്റിൽ നിന്നുമുള്ള കണക്ഷൻ വിട്ടു പോവുകയാണ്. അതുപോലെ തന്നെ അഡൾട്ട് ലൈഫിൻ്റെ ആ ഒരു പ്രാരാബ്ദങ്ങളും ബേർഡൻസും എല്ലാം ഇവൻ്റെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 9th സ്റ്റാൻസയിൽ ഈ പോയറ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ചൈൽഡ്ഹുഡിനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം സ്വയം സമാധാനിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നസെൻറ്റ് യൂത്ത്, ആ ഒരു കാലഘട്ടത്തിൻ്റെ മെമ്മറീസ് അദ്ദേഹത്തെ ഇപ്പോഴും ആ ഒരു പ്യുവർ ആൻഡ് ജോയ്ഫുൾ സ്റ്റേറ്റുമായിട്ട് അദ്ദേഹത്തെ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മൂഡിനെ സങ്കടത്തിൽ നിന്നും ഹാപ്പിനെസ്സിലേക്ക് മാറ്റുന്നത്. അദ്ദേഹം ആ ഒരു ചൈൽഡ്ഹുഡിലുണ്ടായ സന്തോഷത്തിനെ മാത്രമല്ല, അല്ലെങ്കിൽ സന്തോഷത്തിനോട് മാത്രമല്ല നന്ദി പറയുന്നത്, ആ ചൈൽഡ്ഹുഡ് അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിച്ച ചില ചോദ്യങ്ങളുണ്ട്, ഈ ലോകത്തെയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. അതിനോടും കൂടെയാണ് അദ്ദേഹം താങ്ക്സ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ പോയറ്റിൻ്റെ ഉള്ളിലുള്ള ഡീപ്പ് ഫീലിങ്സും ഇൻസ്റ്റിങ്ക്റ്റുകളും അദ്ദേഹത്തിന് ഫെയ്ഡായിട്ടുള്ള മെമ്മറീസും, അതായത് മെമ്മറീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഹെവൻലി ഒറിജിൻ, അതായത് ഇന്നസെൻറ്റ് ചൈൽഡ്ഹുഡിനെ സംബന്ധിച്ചുള്ള ആ മെമ്മറീസും, ഇതെല്ലാമാണ് അദ്ദേഹത്തിനെ ഇപ്പോഴും ഈ ഒരു എവ്രിഡേ വേൾഡിലെ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളെ കാണാനായിട്ട് സഹായിക്കുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്നത് ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് നമ്മളെ എറ്റേണൽ ട്രൂത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നതും അത് നമുക്ക് റിവീൽ ചെയ്തു തരുന്നതും എന്നാണ്. അതുപോലെ ഇപ്പോൾ വളരെ ശാന്തമായിട്ടുള്ള മൊമെൻറ്റ്സ് ആണെങ്കിൽ, ലൈക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വെതർ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ നമുക്ക് ചില ഇമ്മോർട്ടൽ ആയിട്ടുള്ള ട്രൂത്തുകൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കുട്ടി
വളരെ സന്തോഷത്തിൽ ഒരു കടൽ തീരത്ത് ഇങ്ങനെ കളിക്കുന്നത്. ഇതൊക്കെ എന്താണ്, ആ ഒരു ഹെവൻലി ഒറിജിനെ സിംബലൈസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. 10th സ്റ്റാൻസയിലെത്തി. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ നമ്മളുടെ പോയറ്റ് വീണ്ടും നേച്ചറിനോട് പറയുകയാണ്. എന്നിട്ട് നേച്ചറിൻ്റെ നേരെ തിരിഞ്ഞിട്ട് അവിടുത്തെ ബേർഡ്സിനോടും ലാംസിനോടൊക്കെ വളരെ ജോയ്ഫുൾ ആയിട്ട് പാടാനായിട്ട് പറയുകയാണ്. മുമ്പ് ഇദ്ദേഹത്തിന് ഈ ലാംസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ എന്താ തോന്നിയിരുന്നത്, വളരെ സാഡായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ എന്താണോ ഇനി ബാക്കി പറയാനുള്ളത് അത് കേൾക്കാനായിട്ട്, അത് എൻജോയ് ചെയ്യാനായിട്ട് റെഡിയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ഞാനിനി ഒരിക്കലും മോൺ ചെയ്യില്ല, വിലപിക്കില്ല. ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ മെമ്മറിയിൽ, എൻ്റെ ഓർമ്മകളിൽ ഞാൻ എന്ത് കണ്ടെത്തും, ഒരു സമാധാനം കണ്ടെത്തും. അതുപോലെ തന്നെ ഹ്യൂമൻ സഫറിങ്സ് എത്രത്തോളമാണ്, എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കും. പോയറ്റിനെ സംബന്ധിച്ച് ഡെത്ത് എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, പക്ഷേ ഇമ്മോർട്ടാലിറ്റിയിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരു ചവിട്ടുപടിയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം വീണ്ടും നേച്ചറിനോട് സംസാരിക്കുകയാണ്. അതായത് ഫൗണ്ടെയിൻസ്, ഹിൽസ്, ഗ്രോസ്, ഇതിനോടെല്ലാം പറയുകയാണ് അവനിപ്പോഴും ഇതിനെയെല്ലാം വളരെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളത്. എൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചുള്ള ആ ഒരു വിഷണറി ഗ്ലീം എല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിലും അതിന് പകരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്, കുറേ ഗാഢമായിട്ടുള്ള ചിന്തകളാണ്. ഇനി ഈ ഒരു പോമിൻ്റെ അവസാനം എന്താ പറയുന്നത്, പോയറ്റ് വളരെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഹാർട്ടിനോട് വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. അതുപോലെ ആ ഹാർട്ട് വഹിക്കുന്ന ആ ഇമോഷൻസിനോടും എല്ലാം വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. കാറ്റിലാടുന്ന ഒരു ചെറിയൊരു പൂവിന് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡീപ്പായിട്ടുള്ള തോട്ട്സിനെ ഇവോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്നിട്ട് അത്തരത്തിലുള്ള ആ ഡീപ്പ് തോട്ട്സ് എന്ത് വരുത്തുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ണുനീര് വരുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അർത്ഥം വയ്ക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇയാൾ ഇപ്പോൾ ഈ ഫീൽ ചെയ്യുന്ന ഈ ബ്യൂട്ടിയും ട്രൂത്തും എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം എന്താ പറയുക, അദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്രയും, അല്ലെങ്കിൽ അതിനും അതീതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് ഈ പോയത്തിൻ്റെ അനാലിസിസിലേക്ക് പോവാം. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൽ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. അദ്ദേഹം വളരെയധികം എന്താ പറയുക, ഇങ്ങനെ പ്രസിദ്ധനായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അദ്ദേഹം ആ ഹ്യൂമൻ ഇമോഷൻസിനെയും അതുപോലെ തന്നെ നേച്ചറിനെയും എക്സ്പ്ലോർ ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയൊക്കെ പോയത്തിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതി, ഇതൊക്കെയാണ് അദ്ദേഹത്തെ കൂടുതൽ ഫേമസ് ആക്കിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോയത്തിൽ അദ്ദേഹം എന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെ നമ്മളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് കണക്ഷൻ ലോസ് ചെയ്തു. അതായത് ചൈൽഡ്ഹുഡ് കണക്ഷൻ എന്ന് പറയുന്നത് ഡിവൈനുമായിട്ടുള്ളൊരു കണക്ഷനാണ്, അതുപോലെ തന്നെ ജോയുമായിട്ടുള്ള കണക്ഷനാണ്. അതിന് നമ്മൾ എങ്ങനെ ഗ്രാജുവലി വളർന്നു വരുന്നതിനനുസരിച്ച് ആ ഒരു ബന്ധത്തിൽ നിന്ന്, ആ ഒരു കണക്ഷനിൽ നിന്ന് വിട്ടു പോരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോം നിറച്ചും ഇത്തരത്തിലുള്ള ഡീപ്പ് തോട്ട്സ് ആണ്. എങ്ങനെയാണ് ഈ കണക്ഷൻ നമ്മൾ വളർന്ന് വയസ്സാവുന്തോറും ഈ ഒരു കണക്ഷൻ വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഫെയ്ഡായി പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു തീം എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ഹ്യൂമൻ ഇമോഷൻ ആയിരുന്നു. അടുത്തൊരു തീമാണ് ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇന്നസെൻസ് വളരുന്നതിനനുസരിച്ച് നമ്മളുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേർഡ്സ്വർത്ത് വിശ്വസിക്കുന്നത് കുട്ടികൾ ജനിക്കുന്നത് തന്നെ ആ ഒരു ഡിവൈനുമായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണക്ഷനോട് കൂടിയാണ് അവർ ജനിക്കുന്നത് എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഈ ലോകത്തെ കാണുന്നത് വളരെ വണ്ടറോട് കൂടിയും പ്യൂരിറ്റിയോട് കൂടിയുമാണെന്നാണ്. പക്ഷേ നമ്മൾ മെച്യൂർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ആ ഒരു ഡിവൈൻ കണക്ഷൻ വിട്ടു പോവുകയാണ്. ഈ ഒരു പോമിൽ കാണിക്കുന്നത് ആ ഒരു ലോങ്ങിങ് ആണ്. അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്പിരിച്വൽ ബോണ്ടിനെ തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു ലോങ്ങിങ്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിനെല്ലാം റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കവിതയാണ്. ഇനി ഇതിൻ്റെ റൈം സ്കീമും സ്റ്റാൻസയും എല്ലാം നോക്കാം. അതായത് 9 സ്റ്റാൻസകളാണുള്ളത്. ആ 9 സ്റ്റാൻസ എന്ന് പറയുന്നത് ഇറഗുലർലി റൈംഡ് ആയിട്ടുള്ള സ്റ്റാൻസാസ് ആണ്. ഈ ഒരു ഇറഗുലർ പാറ്റേൺ കാണിക്കുന്നത് പോയറ്റിൻ്റെ ആ ഒരു ചിന്തകളുടെയും ഇമോഷൻ്റെയും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഫ്ലോവിനെയാണ്. ഈ ഒരു ഋതത്തിലുള്ള മാറ്റം, അതുപോലെ സ്റ്റാൻസേൻ്റെ ലെങ്ത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ പോയറ്റിൻ്റെ ആ ഒരു ഡീപ്പ് റിഫ്ലക്ഷൻസും അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് മാറുന്നതും അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുമൊക്കെയാണ് ഈ ഒരു വേരിയിങ് റിതമിലൂടെയും സ്റ്റാൻസേൻ്റെ ലെങ്ത്തിലൂടെയൊക്കെ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അതിൽ എഴുതാനുള്ളത്, വേർഡ്സ്വർത്ത് ആ ഒരു റിതമിക് അല്ലെങ്കിൽ ലിറിക്കൽ ഫ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ മിക്സ് ചെയ്തിട്ടുള്ളത്, അയാംബിക് ആൻഡ് അനാപ്പസ്റ്റിക് മീറ്റേഴ്സാണ് മിക്സ് ചെയ്തിട്ട് ആ ഒരു കവിതയിൽ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. വേർഡ്സ്വർത്ത് തൻ്റെ
ഈ ഒരു പോമിൽ ഒരുപാട് ഇമേജറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ വിവിഡായിട്ടുള്ള ഇവോക്കേറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും നേച്ചറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നേച്ചറിൻ്റെ ഓരോ എലമെൻസിനെ കുറിച്ചിട്ട്, അതായത് റെയിൻബോ, മൂൺ, സ്റ്റാർസ്, മെഡോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഫിസിക്കൽ വേൾഡിനെ കുറിച്ചും ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ അദ്ദേഹം നല്ല രീതിയിലുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇമേജുകളൊക്കെ ഡിവൈനിൻ്റെ സിമ്പിൾസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മോർട്ടൽ ആൻഡ് ഇമ്മോർട്ടൽ ആയിട്ടുള്ള റെൽസിനെ ബ്രിഡ്ജ് ചെയ്യുന്നു, അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേർഡ്സ്വർത്തിൻ്റെ ലാംഗ്വേജിലെല്ലാം വളരെയധികം സെൻസറി ഡീറ്റെയിൽസും ഫിഗറേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റീഡേഴ്സ് എന്തും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടിയും വണ്ടറും ഇതെല്ലാം ഈ ഒരു പോമിൻ്റെ കൂടെ ആളുകൾ, ഈ വായനക്കാർക്ക് എത്തിക്കണം, അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ വേർഡ്സ്വർത്ത് തൻ്റെ ഫിലോസഫിക്കൽ ഐഡിയാസ് കൺവേ ചെയ്യാനായിട്ട് ഒരുപാട് ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ഡിവൈസാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓപ്പോസിങ് കോൺസെപ്റ്റുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു, ജക്സ്റ്റാപ്പോസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ കോംപ്ലക്സിറ്റീസിനെ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ വായനക്കാർക്ക് കാണിച്ചു തരുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ അവർ ബർത്ത് ഈസ് ബട്ട് എ സ്ലീപ്പ് ആൻഡ് എ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാരഡോക്സിക്കൽ നേച്ചറിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ ലൈഫ് സൈക്കിളിൽ ഫോർഗെറ്റിങ്ങും റിമെമ്പറിങ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ലൈഫ് സൈക്കിളിൻ്റെ ഭാഗമാണ്. അദ്ദേഹം റെപ്പറ്റീഷൻ യൂസ് ചെയ്യുന്നത് കാണാം. അതെന്തിനാണ്, അദ്ദേഹത്തിൻ്റെ കീ മെസ്സേജസിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റെപ്പറ്റീഷൻ യൂസ് ചെയ്യുന്നത്. അതായത് റെക്കറിങ് ഫ്രേസസ് ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്ന കാണാം. ട്രെയിലിംഗ് ക്ലൗഡ്സ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത് നമ്മുടെ ആ ഹ്യൂമണും ഡിവൈനും തമ്മിലുള്ള ഒരു കണക്ഷനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പോമിൽ പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.